ഹലോ, സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ദ്രൻ വന്നിരിക്കുന്നത് തൻ്റെ ജീവിതം തകർക്കാനായിട്ടാണ്. തനിക്ക് ഒരു സമാധാനവും തരാതെ അവസാനം സ്വയം ഈ കോളേജിൽ നിന്നും ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കണം, അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പല്ലവി വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം സേതുവിനെ പല്ലവി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻ കോളേജിൽ നിന്നും തിരികെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇന്ദ്രന്റെ കാറ് സേതു തടഞ്ഞതിന് ശേഷം ഇന്ദ്രനെ പുറത്തോട്ട് വിളിച്ചിറക്കിയിട്ട് നിന്റെ വരവ് എന്തിനാണ്, അല്ലെങ്കിൽ നിന്റെ ഉദ്ദേശം എന്തിനാണ് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം. പല്ലവിയുടെ ജീവിതം തകർക്കുക, നിനക്ക് പ്രതികാരം ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ കളികൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ, ഇല്ല എന്നുണ്ടെങ്കിൽ കഥ മാറും എന്ന് സേതു ഇന്ദ്രനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോ എങ്ങനെയാണോ താൻ നന്മമരമാണ്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മനസാന്തരം വന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ദ്രൻ പെട്ടെന്ന് ആ ഒരു സ്വഭാവമെല്ലാം മാറി. പഴയ ഇന്ദ്രനല്ല, പകരം ഞാൻ പുതിയ ഒരു ഇന്ദ്രനാണ്. എനിക്ക് പല്ലവിയോട് ഒരു ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല. പല്ലവി ഇപ്പോൾ എനിക്കൊരു സുഹൃത്ത് മാത്രം തന്നെയാണ്, അല്ലാതെ എനിക്ക് അതിനപ്പുറം ഒന്നുമില്ല. എനിക്ക് പല്ലവിയോട് വൈരാഗ്യം തീർക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞു. ഇനി സേതു പല്ലവി വിവാഹം കഴിക്കുകയോ സേതു പല്ലവിക്കൊപ്പം ജീവിക്കുകയോ ചെയ്തോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഒരു കാര്യം മാത്രം, സേതു പല്ലവിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ സമയം സേതുവിന്റെയും പല്ലവിയുടെയും ആ വിവാഹ ദിവസം എന്നെ ഒന്ന് വിളിക്കണം. എനിക്ക് അവിടെ ഒരു പപ്പടം വിളമ്പാനുള്ള ഭാഗ്യമെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ സംസാരിച്ചു. ഇന്ദ്രന്റെ ഒരുപാട് ഓവർ നന്മമരം കണ്ടപ്പോൾ തന്നെ സേതുവിന് ഏകദേശം ഡൗട്ട് അടിച്ചു. സേതു തന്നെ ഇന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്ദ്ര, നിന്റെ കളികള് അല്ലെങ്കിൽ നിന്റെ വിളച്ചിൽ നീ വേറെ ആരുടെങ്കിലും എടുത്തോ, അവര് ചിലപ്പോൾ നിന്നെ വിശ്വസിച്ചെന്നിരിക്കും, പക്ഷെ നിന്നെ ഞാൻ വിശ്വസിക്കത്തില്ല. നീ ഏതൊരറ്റം വരെ പോവും, നീ 18 അടവും പഠിച്ചിട്ട് തന്നെയാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് സേതു പറഞ്ഞു. അപ്പോഴും സേതുവിന്റെ വാക്കുകൾ തള്ളി, ഞാൻ മാനസാന്തരം വന്ന ആളാണ്, എനിക്ക് ഒരു ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല, ഞാൻ പഴയതിനേക്കാളും പുതിയ ആളാണ്, എനിക്ക് ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഒരുപാട് നന്മമരം ചമഞ്ഞപ്പോൾ സേതു തന്നെ പറഞ്ഞു, ശരി, നീ പൊയ്ക്കോ, നീ വിട്ടോ, എന്തായാലും നമുക്ക് എന്തായാലും നോക്കാമല്ലോ, നിന്റെ സ്വഭാവം മാറുമോ ഇല്ല നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ സേതു പറഞ്ഞു. ഇന്ദ്രൻ പോയെങ്കിലും ഇന്ദ്രന്റെ ആ സ്വഭാവം ഒട്ടും പല്ലവിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആ സ്വഭാവം ഒട്ടും വിശ്വസിക്കാനായിട്ട് പല്ലവി തയ്യാറല്ല. പല്ലവി മാത്രമല്ല, സേതുവും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം ഇന്ദ്രന്റെ അടവാണെന്ന് അവർക്കറിയാം. എന്നാൽ കോളേജിൽ നിന്ന് താൻ ഇനി കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പല്ലവി. ആ തീരുമാനം കേട്ട ഉടനെ തന്നെ ശോഭയ്ക്കും മാഷിനും ഒക്കെ ഭയങ്കര സങ്കടമായി. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് പല്ലവിയെ പഠിപ്പിച്ചത്, അത്രത്തോളം പല്ലവി കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ എത്തിയത്. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടത്തുമില്ല. പല്ലവിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. എന്നിട്ടും അത് തല്ലിക്കെടുത്തുന്നത് എന്തിനാണ് എന്ന് തിരിച്ചു ചോദിച്ചു. ശോഭ തന്നെ ചോദിക്കുന്നുണ്ട്, പല്ലവി, നീ എന്തിനാ കോളേജിൽ പോകണ്ട എന്ന് പറയുന്നത്, നീ എന്തിനാ ഇനി പഠിത്തം നിർത്തുന്നുണ്ട്, നീ ഇനി കോളേജിലേക്ക് പ്രൊഫസറായിട്ട് പോകുന്നില്ല എന്നൊക്കെ നീ എന്തിനാ പറയുന്നേ? അത് അല്ല അമ്മേ, എനിക്ക് പറ്റത്തില്ല, ഇന്ദ്രനുള്ള ആ കോളേജിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അയാൾ രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങി തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ സമാധാനം കളയുക, എൻ്റെ സന്തോഷം തല്ലിക്കെടുത്തുക, ഇത് തന്നെയാണ് അയാളുടെ ലക്ഷ്യം. അതുകൊണ്ട് എനിക്കിനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പല്ലവി പറഞ്ഞു. അത് മാത്രമല്ല, സേതുവേട്ടനോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് കോളേജിലോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസിൽ വരാനായിട്ടാണ് സേതുവേട്ടൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ശോഭയ്ക്ക് ദേഷ്യം വന്നു. നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ഇതിനാണോ പല്ലവി? നീ ഈ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ജോലി ചെയ്യാനായിട്ടാണോ നിന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയത്? നീ ഇന്ദ്രനെ എന്തിനാ ഭയപ്പെടുന്നേ? അവനുമായിട്ടുള്ള കേസിൽ നീ ജയിച്ചില്ലേ, പിന്നെ നീ എന്തിനാ ഇന്ദ്രനെ ഭയപ്പെടണം? നീ ഇന്ദ്രനെ കാര്യമാക്കേണ്ട യാതൊരു കാര്യമില്ല. ഇന്ദ്രൻ വരും, പഠിപ്പിക്കും, പോവും. നീ നിന്റെ കാര്യം നോക്ക്, നീ മറ്റുള്ളവരെ കാര്യം നോക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ശോഭ പല്ലവിക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ പല്ലവിയും തീരുമാനിച്ചു, അതെ, അമ്മ പറയുന്നത് ശരിയാണ്, ഞാൻ ഇന്ദ്രനെ ഭയക്കണം, എനിക്ക് ഒരു കാര്യമില്ല ഇന്ദ്രനെ ഭയക്കേണ്ട, എൻ്റെ ജോലി പോവുക, കുട്ടികളെ പഠിപ്പിക്കുക, എന്നിട്ട് തിരികെ വരിക, അല്ലാതെ അതിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പല്ലവിയും തീരുമാനിച്ചു. പല്ലവിയുടെ ആ ഒരു തീരുമാനത്തിൽ നിന്നും താൻ ഇനി കോളേജിലേക്ക് പോകുന്നില്ല, എല്ലാം ഉപേക്ഷിക്കുകയാണ് എന്ന തീരുമാനത്തിൽ നിന്നും പല്ലവി പിന്തിരിഞ്ഞു. പകരം കോളേജിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു.
പക്ഷെ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു. രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് വന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ, വിശ്വജിത്തും പാറും കൂടി ഇരിക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രൻ വന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ വിശ്വജിത്തിന് ഒരു സംശയം. ഇത് ധ്യാനമാണോ? എന്താ ഏട്ടന് മാനസാന്തരം എന്തെങ്കിലും വന്നോ? ഏട്ടൻ ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ? ഇതെല്ലാം നാടകമാണോ അതോ ശരിക്കും മാനസാന്തരം വന്നോ, ശരിക്കും മാറിയോ എന്നൊക്കെ വിശ്വജിത്ത് തന്റെ സംശയങ്ങൾ ചോദിച്ചു. എന്നാൽ നീ എത്ര പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ല എന്നും, പക്ഷെ എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് പല്ലവിയെ ഉപദ്രവിക്കുകയോ ദ്രോഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പല്ലവി അവളുടെ ജീവിതം നോക്കി അവൾ പോയി. എന്തിനാണ് ഞാൻ അതിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഇന്ദ്രൻ പറഞ്ഞു കുറേ ഡയലോഗ് അടിച്ചു. പക്ഷെ ഇതിലൊന്നും പാറുവിനാണെങ്കിലും വിശ്വജിത്തിനാണെങ്കിലും ഒട്ടും വിശ്വാസം വന്നിട്ടില്ല. രാജലക്ഷ്മി പറയുന്നുണ്ട് ഇന്ദ്രൻ മാറി. എന്നാൽ വിശ്വയും പിന്നെ നമ്മുടെ പാറുവും പറയുന്നുണ്ട് ഇന്ദ്രന് മാറ്റം വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. സ്വഭാവം കാണുമ്പോൾ മാറിയെന്ന് വിചാരിക്കും, പക്ഷെ ഇത് നാടകമാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഉറപ്പിക്കണമെങ്കിൽ ഇനി കുറച്ച് നാളുകൂടി കഴിയണം എന്ന് അവരും തീരുമാനിച്ചു. ഇതിനിടയിൽ ഇന്ദ്രനെ കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും ഋതു അറിയാനായിട്ടിടയായി. ആ ധ്യാന കേന്ദ്രത്തിൽ ആ ഒരു ക്ലാസ്സിന് എല്ലാവരും വന്നു, കറക്റ്റ് സമയത്തിന് വന്നു, എല്ലാവരും ധ്യാനത്തിൽ ഇരിക്കുവാണ്. എന്നാൽ ഇന്ദ്രൻ കറക്റ്റ് സമയത്തിന് എത്തിയില്ല. ധ്യാനം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ അവിടെ എത്തിയത്. ആരും കാണാതെ ഓടി ആ ഒരു ക്ലാസ്സിൽ വന്ന് ഇരുന്നു. എന്നാൽ അതിൽ ഉള്ള ഒരു വിദ്യാർത്ഥി തന്നെ, ആ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ തന്നെ എണീറ്റിട്ട് ഗുരുജിയോട് പറയുവാണ്, ഗുരുജി എനിക്ക് ഒരു പരാതി പറയാനുണ്ട്. ഇവിടെ എല്ലാവർക്കും ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് നിയമം എല്ലാം ഒരേപോലെയല്ലേ? ഇവിടെ ചിട്ടയും ഒന്നും കാര്യമാക്കാറില്ലേ? നിയമമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗുരുജി തന്നെ പറഞ്ഞു അതിനെന്താ നിയമമുണ്ടല്ലോ. എന്നാൽ ഉടൻ തന്നെ ഇന്ദ്രനെ ചൂണ്ടിക്കാട്ടി അയാൾ പറയുവാണ്, ഇന്ദ്രൻ ഇവിടെ കൃത്യസമയത്ത് എത്തിയിട്ടില്ല, ഇന്ദ്രൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ അതൊന്നും ആരും കാര്യമാക്കുന്നില്ല. ഇവിടെ റൂൾസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഒരു നിയമം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ബാധകം തന്നെയാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രം കുറച്ച് ഇളവുകളുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും ആ നിയമം പാലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുകയും മാത്രമല്ല ഇതിനെ ഗുരുജി എന്തെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ എണീച്ചു പോയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുവാണ്, അയാൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ കുറച്ച് ലേറ്റായി പോയതാണ്, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞു. ഇത് കേട്ടപാടെ തന്നെ ദേഷ്യം വന്ന ഗുരുജി അവരുടെ അടുത്തേക്ക് പോയി. ഇപ്പൊ എല്ലാവരും എണീറ്റ് എന്താ സംഭവം എന്ന് അറിയാനായിട്ട് എല്ലാവരും എണീറ്റ് നിൽക്കുവാണ്. ഗുരുജി അടുത്ത് ചെന്നതിന് ശേഷം പറയുവാണ്, നീ പറയുന്നത് പോലെ എല്ലാവർക്കും നിയമം ബാധകമാണ്, പക്ഷേ ചില രഹസ്യങ്ങളുണ്ട് ഇന്ദ്രനെ കുറിച്ച്. ഇന്ദ്രൻ അത് എന്നോട് പറയരുതെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ ക്യാമ്പ് ഫ്രീ ആയിട്ടാണ്. പക്ഷേ ഇതിൽ ഈ കുറച്ച് ആൾക്കാർ നമുക്ക് സ്പോൺസറായിട്ട് പൈസ തരികയും അത് വെച്ചിട്ടാണ് ഈ ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിൽ ഇത്രയും ദിവസം നിങ്ങൾ ക്യാമ്പിൽ ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടുള്ള ഫുഡ് എക്സ്പെൻസ് എല്ലാം വഹിച്ചിരിക്കുന്നത് ഇന്ദ്രനാണ്. നിങ്ങളുടെ ഫുഡ് എക്സ്പെൻസ് എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ദ്രനാണെന്നും മാത്രമല്ല ഞങ്ങളുടെ കീഴിലുള്ള ഒരു അനാഥാശ്രമത്തിന് ഇന്ദ്രൻ വലിയൊരു തുക സംഭാവന നൽകാം എന്നുകൂടി ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ടതിന് ശേഷം ഗുരുജി പറയുവാണ്, എന്നോട് ഇന്ദ്രൻ പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ നിന്റെ ഈ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിന്റെ ഈ ഒരു പെരുമാറ്റത്തിൽ എനിക്ക് ഈ ഒരു കാര്യം പറയേണ്ടി വന്നു എന്ന് ഇന്ദ്രനെ കുറ്റം പറഞ്ഞ ആ ഒരു വിദ്യാർത്ഥിയോട് ഗുരുജി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഋതുവിന് എന്തൊക്കെയോ ഒരു സംശയങ്ങളും ഒപ്പം തന്നെ ഒരു അത്ഭുതവും തോന്നി. എല്ലാവരുടെ മുന്നിലും നിസ്സാരനായിട്ട് നടക്കുന്ന ഈ ഇന്ദ്രൻ എന്ന് പറയുന്ന അവിടെ എല്ലാവരുടെയും മുന്നിൽ നീലൻ. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ദ്രൻ, ആ നീലൻ യഥാർത്ഥത്തിൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഋതുവിൻ്റെ മനസ്സിൽ വന്നു. ഈ കൺഫ്യൂഷൻ തന്നെയാണ് ഇന്ദ്രൻ മുതലെടുക്കാനായിട്ടും ശ്രമിക്കുന്നത്. രാവിലെ തന്നെ ഇന്ദ്രൻ കോളേജിലേക്ക് പോയി. എന്നാൽ പല്ലവി സേതുവിനെ കണ്ടു, സേതുവിനോട് സംസാരിച്ചു. എന്നിട്ട് ഇന്ദ്രൻ കോളേജിലുള്ള ആശങ്കകളെല്ലാം സേതുവിനോട് പങ്കുവച്ചപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് മാഷിനെ കണ്ടു എന്നും മാഷിന്റെ തീരുമാനം പല്ലവി ഒരിക്കലും ഈ ഒരു ജോലി ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ പല്ലവി തിരിച്ചു ചോദിച്ചു, സേതുവേട്ടന് എന്താണ് തീരുമാനം? സേതുവേട്ടന് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ജോലി ഉപേക്ഷിക്കും, അതല്ല പോകാൻ പറഞ്ഞാൽ ഞാൻ പോവുകയും ചെയ്യും. സേതുവിന്റെ ഉത്തരവെന്ന് പറയുന്നത് പല്ലവി പോകണം, കോളേജിൽ പോകണം, പല്ലവി കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം,
അത് ഇന്ദ്രനെ പേടിച്ച് ഓടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ സേതു ഇനി മുതൽ പല്ലവിക്കൊപ്പം ഞാനും കോളേജിൽ വരും, പല്ലവിയെ രാവിലെ കോളേജിൽ കൊണ്ടാക്കുകയും തിരികെ വൈകുന്നേരം വിളിച്ചുകൊണ്ട് പോകുന്നതും ഞാനായിരിക്കും. ഇതിനിടയിൽ പല്ലവിയെ കാത്ത് ഞാൻ രാവിലെ കൊണ്ടാക്കിയതിന് ശേഷം അവിടെ കാത്തിരുന്ന് ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിയുന്നത് വരെ അവിടെ ഇരുന്നതിന് ശേഷം പല്ലവിയെ തിരികെ വിളിച്ചുകൊണ്ട് വരും. ഇതിനിടയിൽ ഇന്ദ്രൻ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയറി ഇടപെടാമല്ലോ എന്നാണ് സേതു പറഞ്ഞത്. ഇന്ദ്രൻ എന്നാൽ കോളേജിലെത്തി. ഇന്ദ്രൻ കോളേജിലെത്തിയപ്പോൾ ഓൾറെഡി പല്ലവി ഇന്ദ്രനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ മിസ്സിനോടും സാർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രൻ വന്നത്. അപ്പോൾ ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ പല്ലവി മിസ്സിന്റെ മുൻ ഭർത്താവായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാർ ഇന്ദ്രനോട് കാര്യങ്ങൾ ചോദിച്ചു. പല്ലവി മിസ് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ദ്രൻ മനഃപൂർവ്വം പല്ലവി മിസ്സിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണെന്നും അതുകൊണ്ട് കോളേജിൽ ഇനി വരുന്നില്ല, ഈ ജോലി ഉപേക്ഷിക്കുവാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറഞ്ഞത്, ഞാൻ മുൻപ് പല്ലവിയുടെ ഭർത്താവായിരുന്നു, എന്നാൽ ഇപ്പോൾ പല്ലവിക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡിവോഴ്സ് കൊടുത്തത്. എനിക്ക് പല്ലവിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കീഴ്ക്കോടതി ഡിവോഴ്സ് അനുവദിച്ചപ്പോൾ എനിക്ക് ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകാമായിരുന്നു. എന്നാൽ പല്ലവിയെ ഉപദ്രവിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നും പല്ലവിയെ എനിക്ക് ഒരു സുഹൃത്തെന്ന നിലയിൽ മാത്രമേ ഞാൻ ഇപ്പോൾ കാണുന്നുള്ളൂ, അല്ലാതെ പല്ലവിയോട് ഒരു വൈരാഗ്യവും ഇല്ല എന്നാണ് ഇന്ദ്രൻ പറയുന്നത്. എന്നാൽ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ മാത്രമേ അറിയാൻ പറ്റൂ. മാത്രമല്ല ഇന്ദ്രന്റെ ലക്ഷ്യം എന്തായിരിക്കും? എല്ലാവരുടെ മുന്നിൽ നല്ല വെള്ളം ചമഞ്ഞ് പല്ലവിയും സേതുവിനോടും ഒരു വൈരാഗ്യവും ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഇന്ദ്രന്റെ ഉള്ളിൽ ഒരു വിഷമുണ്ട്. ആ വിഷം ചീറ്റാൻ പോകുന്നത്, ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഋതുവാണോ? അങ്ങനെയാണെങ്കിൽ ഈ വലിയൊരു ചതിയിൽ നിന്നും എങ്ങനെ ഋതുവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇന്ദ്രൻ ഋതുവിനെ വിവാഹം കഴിക്കാനായിട്ടാണോ, ഋതുവിനെ സ്വന്തമാക്കാനായിട്ടാണോ ശ്രമിക്കുന്നത്? പ്രേക്ഷകർക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.